ഏറ്റവും പ്രിയപ്പെട്ട അജയകുമാർ മാഷ്, സദസ്സിൽ ഇരിക്കുന്ന എൻ്റെ അധ്യാപകൻ കൂടിയായ തോമസ് മാത്യു സാറ്, സുഹൃത്തുക്കളെ, സദസ്യരെ, CJ സ്മാരകവേദിയുടെ ഈ ഒരു സിമ്പോസിയത്തിൽ പങ്കെടുക്കണമെന്ന് ആദ്യം അജയൻ പറഞ്ഞപ്പോൾ ഇത് പിന്നീട് ഇത്തരം ഒരു ആപത്തായി തീരുമെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഉദ്ഘാടനത്തിന് വേണ്ട ഒടുവിൽ മതി എന്ന് പറഞ്ഞു. ഈ ഒടുവിലായതിൻ്റെ കാര്യം സുനിൽ പീളയുടെ ഉദ്ഘാടനത്തിന് വരുന്ന കാരണം എന്നെ മാറ്റിയതായിരിക്കും എന്ന് ഞാൻ ധരിച്ചു, സ്വാഭാവികമായിട്ടും. അപ്പോഴും അതല്ല, വേറെ കാരണമുണ്ട് എന്ന് പറഞ്ഞു. പിന്നീടാണ് ആപത്ത് മനസ്സിലായത്, ഇവിടെ പുരസ്കാരം കൂടി തരാനുള്ള ഉദ്ദേശമുണ്ട് എന്ന് പറയുന്നത്. എൻ്റെ കാര്യത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അത് സ്ഥാനങ്ങളുടെയും സ്ഥാനനഷ്ടത്തിൻ്റെയും പുരസ്കാരങ്ങളുടെയൊക്കെ നിലയ്ക്ക് പണ്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ CN ശ്രീകണ്ഠൻ നായർക്ക് എഴുതി അറിയിച്ച കുറിപ്പ് പോലെ ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെയാണല്ലോ മിണ്ടാതെ സ്വീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയേണ്ടത് ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുവാൻ ക്ഷണിക്കുമ്പോഴുള്ള ഒരു സ്ഥിരം രീതി എന്നത് ആദ്യം ശീർഷകം കൊടുക്കലാണ്. അതിനുശേഷം പ്രഭാഷണത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ട് ആ ശീർഷകത്തിനൊപ്പിച്ചൊരു പ്രഭാഷണം നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കലാണ് പതിവ്. ഇതിലും ഇതൊരു അപവാദമായിരുന്നില്ല. അജയൻ മാഷ് ഇങ്ങോട്ട് പറയുക ചെയ്തേ, കലയും കാലവുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയണം എന്ന് പറഞ്ഞു. അതനുസരിച്ചെന്നാൽ അത് തന്നെയാവട്ടെ ശീർഷകം. പിന്നെ ചില വർത്തമാന ചിന്തകൾ ആകുമ്പോൾ നമുക്ക് എന്തും പറയാമല്ലോ എന്നൊരു സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത്. ഗൗരവമായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് തയ്യാറെടുത്തിട്ടുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ അത്തരമൊരു സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ. പ്രത്യേകിച്ച് ഔദ്യോഗികമായ ചില കൃത്യനിർവഹണത്തിൻ്റെയും പിന്നെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ച് കണ്ടിട്ടുണ്ടാവുന്ന ചില സാഹചര്യങ്ങളുടെയൊക്കെ അവസ്ഥയിൽ, പണ്ടേതോ സിനിമാ നടൻ ചോദിച്ചിട്ടുണ്ട്, നിൽക്കണോ പോണോ എന്ന് ചോദിച്ച ഒരവസ്ഥയിലാണ് ഞങ്ങളെപ്പോലെ ചില ആളുകൾ എന്നതുകൊണ്ടും ഇതിൽ വേണ്ട രീതിയിലുള്ള ശ്രദ്ധയോടുകൂടിയുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടായിട്ടില്ല എന്ന് ആദ്യമേ ക്ഷമാപണത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു വിഷയം എന്നത് ഒരുപക്ഷെ സംസ്കാരത്തിൻ്റെ മേഖലയിൽ, കലയുടെ മേഖലയിൽ, സാഹിത്യത്തിൻ്റെ മേഖലയിൽ വ്യാപരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് നിരന്തരം ചോദിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് എന്നത് സംശയമില്ല. ആ നിലയ്ക്ക് കലയും കാലവും തമ്മിലുള്ള കൂടിക്കുഴയലിനെ കുറിച്ച്, കല കാലത്തെ നിർണയിക്കുന്നതും കാലം കലയെ നിർണയിക്കുന്നതും ഒക്കെയായ വളരെ വിപുലമായ സാഹചര്യങ്ങളെക്കുറിച്ച്, അതിലൂടെ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വരികയും കൃതികൾ ഉണ്ടാവുക മാത്രമല്ല ആ കൃതികളെ സംബന്ധിച്ചുള്ള വായനകൾ ഉണ്ടാവുകയും ആ കൃതികളുടെ പുനരാവിഷ്കാരങ്ങൾ ഉണ്ടാവുകയും ആ കൃതികളിൽ നിന്നും തുടർകൃതികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന വളരെ വിപുലമായ എഴുത്തിൻ്റെയും വായനയുടെയും ആസ്വാദനത്തിൻ്റെയും വിമർശനത്തിൻ്റെയും ഒക്കെയായ ഒരു പരിസരം എന്നത് ഈ ഒരു വിഷയത്തിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ആ വിഷയത്തിൽ തന്നെ അനേകം ഘടകങ്ങളും വശങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ സവിശേഷമായ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അതെന്താണ് എന്നത് വഴിയെ നിങ്ങൾക്കും എനിക്കും മനസ്സിലാവും എന്ന പ്രതീക്ഷയോടെ സംസാരിച്ചു തുടങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുൻപ്
കാൾ മാർക്സ് തൻ്റെ ഒരു കൃതിയിൽ, ആദ്യകാല കൃതികളിലൊന്നിൽ, ഗ്രീക്ക് സാഹിത്യത്തിനും നാടകത്തിനും എന്താണ് ഇത്ര കണ്ട വശ്യത എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും സ്വഭാവങ്ങൾ ആകെ മാറിയിട്ടും, ഒരുപക്ഷെ ജീവിത രീതികൾ തന്നെ തീർത്തും മാറിയിട്ടും, ഇന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇന്നും ഗ്രീക്ക് മിത്തുകളും ഗ്രീക്ക് ഇതിഹാസങ്ങളും ഗ്രീക്ക് നാടകങ്ങളും മനുഷ്യ മനസ്സിനെ ഇത്രയധികം വ്യാധി പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയധികം സന്തോഷിപ്പിക്കുന്ന, ഇത്രയധികം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നൊരു രീതിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മാർക്സ് ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ മറ്റ് പല വിമർശകരും ഉന്നയിച്ച രീതിയിലല്ല അത് ഉന്നയിച്ചത് എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഒരു കൃതിയുടെ സാർവലൗകികത, ദേശങ്ങളെയും കാലത്തെയും ഒക്കെ അതിക്രമിച്ചു പോവാനുള്ള അതിൻ്റെ മൂല്യം എന്നത്, അതിൻ്റെ രചനാപരവും സാഹിത്യപരവും രൂപപരവുമായിട്ടുള്ള അതിൻ്റെ സൗകുമാര്യം എന്നത്, അതിൻ്റെ ഭംഗി, സൗന്ദര്യം എന്നത്, അത്തരം സാർവലൗകികതകളുണ്ട് എന്ന സങ്കല്പത്തോടെ ആലോചിക്കുമ്പോൾ ഗ്രീക്ക് സാഹിത്യവും ഗ്രീക്ക് ഇതിഹാസങ്ങളും ഗ്രീക്ക് നാടകങ്ങളും ആ വിധത്തിൽ സാർവലൗകികമാണ് എന്ന ഒരു ധാരണ ഉയർത്തുവാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ അത്തരം സാർവലൗകികതകളെ തീർത്തും ചോദ്യം ചെയ്തിരുന്ന ഒരാളായിരുന്നു മാർക്സ് എന്നതുകൊണ്ടും, അടിസ്ഥാനപരമായി ഓരോ കാലവും അതത് കാലത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു സാമൂഹിക ക്രമവും, ആ സാമൂഹിക ക്രമത്തിൻ്റെ തുടർച്ചയായുള്ള ഒരു സാംസ്കാരിക ക്രമവും ഉണ്ട് എന്ന് കൃത്യമായി സൈദ്ധാന്തികമായി സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്ന, പിന്നീടുള്ള കാലങ്ങളിലാണ് അദ്ദേഹം അത് കൃത്യമായി സ്ഥാപിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിന് അത്തരം സാർവലൗകിക സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് പഥ്യമേ ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. അന്ന് അദ്ദേഹം അതിന് രസകരമായൊരു ഉത്തരം നൽകുന്നുണ്ട്. ഗ്രീക്ക് നാടകങ്ങളും ഗ്രീക്ക് സാഹിത്യവും ഇന്നും നമുക്ക് പഥ്യമായിരിക്കുന്നത്, ഇന്നും നമ്മെ ആകർഷിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് മാനവരാശിയുടെ ശൈശവദശയിൽ രചിക്കപ്പെട്ടവയാണ് എന്നും, ഏതൊരു വ്യക്തിക്കും സ്വന്തം കുട്ടിക്കാലത്തെക്കുറിച്ച്, ശൈശവകാലത്തെക്കുറിച്ച് സന്തോഷത്തോടെയുള്ളൊരു തിരിഞ്ഞുനോട്ടമുണ്ടാവുമെന്നും, അത്തരമൊരു മാനവരാശിയുടെ നോട്ടത്തിൻ്റെ ഭാഗമായാണ് ഗ്രീക്ക് സാഹിത്യവും സംസ്കാരവും ഇന്നും നമുക്ക് ആകർഷകമായി നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അവിടെ വളരെ രസകരമായൊരു ചെറിയ ഒരു കളിയുണ്ട് മാർക്സിൻ്റെ. ഇതിലെ സൂചന എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ കളിയുടെ ഭാഗമായി ഉണ്ടാവുന്ന കാര്യങ്ങളിലുള്ള വശ്യതയാണ് ഒരുപക്ഷെ ഗ്രീക്ക് സാഹിത്യത്തിന് ഇന്നും നമ്മിൽ നിൽക്കുന്ന വശ്യത എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ ആ ഗ്രീക്ക് സാഹിത്യം ഇന്ന് നമുക്ക് പ്രസക്തമല്ല, സംഗതമല്ല എന്ന് പറയുന്ന ചെറിയൊരു സൂചന അതിനകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അതേ കാൾ മാർക്സ് തന്നെയാണ് പ്രൊമഥ്യൂസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വീരനായകനെ സ്വന്തം തൊഴിലാളി വർഗത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ബിംബമായി പരിഗണിച്ചത്. സ്വർഗത്തിൽ നിന്നും തീ കൊണ്ടുവന്ന്, അഗ്നി കൊണ്ടുവന്ന്, എല്ലാ ദൈവങ്ങളുടെയും ആജ്ഞയ്ക്ക് വിരുദ്ധമായി അവരെ എതിരിട്ടുകൊണ്ട്, അവരെ വെല്ലുവിളിച്ചുകൊണ്ട് തീ കൊണ്ടുവന്ന പ്രൊമഥ്യൂസിനെ വിമർശനത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും എതിർപ്പിൻ്റെയും ഒക്കെ സൂചകമായിട്ടാണ് അദ്ദേഹം പ്രൊമഥ്യൂസിനെ കാണുന്നത്. അവിടെ ഒരുപക്ഷെ ശൈശവദശയിലുള്ള ഒരു സങ്കല്പനത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഓർമ്മയ്ക്കപ്പുറം പോകുന്ന വിധം ഗ്രീക്ക് മോട്ടിഫുകൾ, ഇമേജുകൾ, ബിംബങ്ങൾ എന്ന് പറയുന്നത് ഇന്നും പ്രസക്തമാണ്, മാറ്റിയെടുത്തുകൊണ്ട് എന്നൊരു സൂചന കാൾ മാർക്സ് നൽകുന്നുണ്ട്. മാത്രമല്ല, മാർക്സിൻ്റെ ഇതര കൃതികളിൽ നോക്കുമ്പോൾ അസാമാന്യ ഓർമ്മശക്തിയുള്ള ഒരാളായിരുന്നു എന്നതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉടനീളം കാണാവുന്ന ഒരു സവിശേഷത എന്നത് ഇമ്മനൻ്റ് കൊട്ടേഷൻസ് എന്ന് പറയുന്ന ഗുപ്തമായി ഉള്ളിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ചെറിയ ചെറിയ ഉദ്ധരണികൾ പലപ്പോഴും ഗ്രീക്ക് സാഹിത്യത്തിൽ നിന്നും, പ്രത്യേകിച്ച് 2 എപ്പിക്കുകളിൽ നിന്നും, പ്രധാനമായും ഇലിയഡിൽ നിന്നും ഒഡീസിയിൽ നിന്നും എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്ന ചെറിയ മാറ്റങ്ങളോടെയുള്ള എടുത്തു കാണാൻ കഴിയാത്ത രീതിയിലുള്ള ചെറിയ ഉദ്ധരണികൾ മാർക്സിൻ്റെ കൃതികളിലുടനീളം നിൽക്കുന്നുണ്ട്. ഇവിടെയും ഒരർത്ഥത്തിൽ മാർക്സ് സ്വയം എന്താണ് പറയുക, സ്വയം വിരുദ്ധമായി അല്ലെങ്കിൽ അവനവനെ തന്നെ തെറ്റായി തെളിയിക്കുന്ന ഒരു സൂചന വരുന്നുണ്ട്. ശൈശവദശയിലുള്ള ഒന്ന് എന്ന രീതിയിൽ ഗ്രീക്ക് സാഹിത്യത്തെ അദ്ദേഹം ഒരർത്ഥത്തിൽ ചെറുതായി കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ മാനസികമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തികമായ ഭാവനാ മണ്ഡലത്തിൽ തന്നെ ആ ഗ്രീക്ക് കൃതികൾ ഏത് രീതിയിൽ നിലനിന്നിരുന്നു എന്നതിൻ്റെ സൂചന വരുന്നു. ഇവിടെയാണ് ഈ ചോദ്യം പ്രധാനമാകുന്നത്. എന്തുകൊണ്ടാണ് ചില കൃതികൾ, ചില കലാസൃഷ്ടികൾ, ചില പ്രത്യേക രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ നൂറ്റാണ്ടുകളോളം, ആയിരക്കണക്കിന് വർഷങ്ങളോളം ജീവിക്കുകയും ഇനിയും അതിജീവിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം എന്ന ചോദ്യം ഗൗരവമായിട്ട് വരുന്നത്? ഇവിടെ തന്നെയാണ് ഒരുപക്ഷെ കലയും കാലവും തമ്മിലുള്ള കൂടിക്കുഴയലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സമസ്യ എന്ന് പറയുന്നതും വരുന്നത്. മാർക്സിൻ്റെ ഈ ഒരു പ്രത്യേക പരാമർശത്തിന് മറുപടി എന്ന വണ്ണം ടെറി ഈഗിൾട്ടൺ എന്ന ബ്രിട്ടീഷ് സൈദ്ധാന്തികൻ, അദ്ദേഹം മാർക്സിസ്റ്റ് ആയിരുന്നു എന്നതാണ് രസകരമായ കാര്യം, അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മാർക്സ് ശൈശവകാലത്തുള്ള ഒരു സംഗതിയായാണ് ഗ്രീക്ക് കൃതികളെ പരിഗണിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു ചോദ്യമുണ്ട്. നാം ഗ്രീക്ക് കൃതികളെ ഇന്ന് വായിക്കുന്നത് അന്ന് എഴുതപ്പെട്ട കാലത്ത് അന്ന് അവർ വായിച്ച അതേപോലെ തന്നെയാണോ നാം അതിനെ വായിക്കുന്നത്, അതിനെ മനസ്സിലാക്കുന്നത് എന്ന ചോദ്യം. അതായത് ഒരു കൃതി എഴുതപ്പെട്ട, രചിക്കപ്പെട്ട കാലത്ത് അതിൻ്റെ സവിശേഷമായ സാംസ്കാരിക സന്ദർഭത്തിൽ അത് ഏത് രീതിയിൽ മനസ്സിലാക്കപ്പെട്ടു, ഏത് രീതിയിൽ വായിക്കപ്പെട്ടു എന്നത് ഒരു നിലയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ പിന്നീട് വരുന്ന കാലങ്ങളിൽ അത് സ്വീകരിക്കപ്പെടുമ്പോഴും അത് അതേ രീതിയിൽ തന്നെയാണോ വായിക്കപ്പെട്ടത്, അതോ വ്യത്യസ്തങ്ങളായ രീതിയിലാണോ വായിക്കപ്പെട്ടത്? അങ്ങനെയെങ്കിൽ നാം പിന്നെയും 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 വായിക്കുന്നത് ഒരേ കൃതി തന്നെയാണോ, അതോ ഓരോ കാലത്തും നാം വ്യത്യസ്തമായ രീതിയിൽ പുനഃസൃഷ്ടി ചെയ്യുന്ന, പുതുതായി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന വേറെ കൃതികളാണോ? ഒരു കൃതിയിൽ തന്നെ കാലത്തിനനുസരിച്ച് അനേകം കൃതികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടോ, കുടികൊള്ളുന്നുണ്ടോ? അവയുടെ നിർദ്ധാരണമാണോ ഓരോ കാലത്തും നടക്കുന്നത് എന്ന ചോദ്യം വരുന്നു. അതുമായി സംഗതമായ ഒരു കാര്യം, വേസ്റ്റ്ലൻഡ് എന്ന് പറയുന്ന, ഞാൻ ആദ്യം പാശ്ചാത്യ സാഹിത്യത്തിലെ ചില കാര്യങ്ങളാണ് പറയുന്നത്, പിന്നെ നമ്മുടെ ഇതിലേക്ക് എത്തും, സംശയിക്കണ്ട. വേസ്റ്റ്ലൻഡ് എന്ന് പറയുന്ന വിഖ്യാതമായ കൃതി ടി.എസ്. എലിയറ്റിൻ്റെ ഒരു പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് വരെ വിശേഷിപ്പിക്കാവുന്ന ആ കാവ്യം ഈ കഴിഞ്ഞ 2022 100 വർഷം തികയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ആഘോഷങ്ങളും സെമിനാറുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്ത് സച്ചിദാനന്ദൻ ടി.എസ്. എലിയറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ വായനകളുടെ ഒരു പുസ്തകവും എഡിറ്റ് ചെയ്ത് ഇറക്കി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ ഒരു പ്രൂഫ് ചെറുതായിട്ട് കുറച്ച് ഭാഗം കാണാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ ഈ 100-ാം വർഷം ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ്ലൻഡിനെ ഓർക്കുമ്പോൾ തന്നെ അതിൽ രസകരമായ ഒരു ചെറിയ ഫലിതം നിൽക്കുന്നുണ്ട്. 100-ാം വർഷമായതുകൊണ്ട് പലപ്പോഴും കൃതികളെ നാം ഓർമ്മിക്കുമ്പോൾ അത് സാഹിത്യ വിമർശന ബാഹ്യമായ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് നിൽക്കുമ്പോഴും ഇത്തരത്തിൽ 100-ാം വർഷമാവുന്നതിന് മുൻപ് തന്നെ 98-ാം വർഷം എത്തിയപ്പോൾ ടി.എസ്. എലിയട്ട് വേസ്റ്റ്ലൻഡും അതിശക്തമായി മനുഷ്യരുടെ ഭാവനകളിലും എഴുത്തുകാരുടെ
ആവിഷ്കാരങ്ങളിലും വിമർശനത്തിലും വീണ്ടും അവതരിക്കുന്ന വളരെ രസകരമായൊരു കാഴ്ചയുണ്ടായി. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ, വേസ്റ്റ്ലൻഡ് അടിസ്ഥാനപരമായി ഊഷരമായ ഒരു സംസ്കാരത്തെക്കുറിച്ച്, മരണാസന്നമായ ഒരു സംസ്കാരത്തെക്കുറിച്ച്, എല്ലാ തരത്തിലുള്ള ഉർവരതയും നഷ്ടപ്പെട്ട്, എല്ലാ രചനാത്മകതയും നഷ്ടപ്പെട്ട്, എല്ലാ രീതിയിലുള്ള സർഗാത്മകതയും നഷ്ടപ്പെട്ട്, ആത്മീയത പോലും ഇല്ലാതെയായി തീർന്നിട്ടുള്ള വളരെ ദരിദ്രമായ ഒരു സംസ്കാരത്തിൻ്റെ ചിത്രമാണ് വരയുന്നത്. അതോടൊപ്പം തന്നെ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപായിട്ട് രചിക്കപ്പെട്ട ഈ കൃതി യൂറോപ്പിൻ്റെ അന്നത്തെ ഡിക്കാഡൻസ് ആൻഡ് ഡീജനറേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇംപ്രഷനിസ്റ്റിക് ആയിട്ടുള്ളൊരു ചിത്രമാണ് കാണിക്കുന്നത്. അതിൽ സ്നേഹമെന്നത് കേവലം ശാരീരികമായ ലൈംഗികതയായിട്ട് ചുരുങ്ങുകയും മതമെന്ന് പറയുന്നത് കേവലം പൊള്ളയായിട്ടുള്ള അനുഷ്ഠാനങ്ങളായിട്ട് മാറുകയും എല്ലാ തരത്തിലുള്ള സത്യാത്മകതയും എല്ലാ തരത്തിലുള്ള ദൃഢതയും നഷ്ടപ്പെട്ടുകൊണ്ട് ഉഴലുന്ന ഒരു മനുഷ്യരാശിയുടെ ചിത്രം വരുന്നു. എന്താണ് ഇതിൽ നിന്നും ഒരു രക്ഷ തേടാൻ കഴിയുക എന്നതിന് ക്രിസ്തീയ മിത്തുകളുടെ ഒറിജിൻ മിത്തായിട്ടുള്ള ഫിഷർ കിങ് ജീസസിനെ മുക്കുവനായിട്ടാണ് സങ്കല്പിക്കുന്നത്. ജീസസിനെ മത്സ്യം പിടിക്കുന്ന രീതിയിൽ സ്വന്തം ശിഷ്യരെ ഉണ്ടാക്കുന്ന ഒരു ഫിഷർ കിങ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അത്തരമൊരു ഫിഷർ കിങ് ഇനി വരാൻ സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കുന്ന ഒരു കവിതയാണത്. അതൊരേ സമയം വലിയ നഷ്ടത്തിൻ്റെയും മാനവരാശിയുടെ തന്നെ ഒരു വളരെ വളരെ ഭീകരമായൊരു സന്നിഗ്ധ ഘട്ടത്തെയും സയൻസിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അതിക്രമത്തിൽ ഒരർത്ഥത്തിൽ അർത്ഥം നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിൻ്റെയും കൃത്യമായി സൂചകമായി നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം 2018 2019 ആ കൃതി ഇത്ര പ്രസക്തമായി നമുക്ക് തോന്നിയത്? അത് ഇന്ത്യയിൽ മാത്രമല്ല, ബ്രിട്ടനിൽ വളരെ ഗൗരവമായ, അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ അതിഗൗരവമായ രീതിയിൽ T.S. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡിലേക്കൊരു മടങ്ങിപ്പോക്കുണ്ടായിട്ടുണ്ട്. ആ മടങ്ങിപ്പോക്കിൽ T.S. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്നത് അന്നിനേക്കാളേറെ പ്രസക്തം ഇന്നാണ് എന്ന് പറയുന്നൊരു ബോധവും വരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ വളരെ രസകരമെന്ന് പറയാവുന്ന വിധത്തിൽ ഈ കാലയളവിൽ 18-19 എന്ന് പറയുന്ന ഈ രണ്ട് വർഷങ്ങളിൽ ഇംഗ്ലീഷിലല്ല, നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ, ഇന്ത്യൻ ഭാഷകളിൽ ഏതാണ്ട് 40ഓളം T.S. എലിയറ്റിൻ്റെ പഠനങ്ങൾ, ഗൗരവമായ പഠനങ്ങൾ വരുന്നു. എലിയറ്റിൻ്റെ ആ കവിതയുടെ പുതിയ പരിഭാഷകൾ വരുന്നു, പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നു. എന്തുകൊണ്ടായിരിക്കാം അതിൻ്റെ കാരണമെന്ന് ചെറുതായി നാം മറന്നു തുടങ്ങിയിട്ടുള്ള ആ ഒരു കാലത്തെ തിരിച്ച് ചിന്തിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. അത് കോവിഡിൻ്റെ കാലമായിരുന്നു. ആ കാലം എന്നത് ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ അതുവരെ നാം ശീലിച്ചു വന്നിരുന്ന, നാം അതുവരെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരുന്ന എല്ലാ സാമൂഹികതയും നഷ്ടപ്പെട്ടുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ ചെറിയ ചെറിയ കുടിലുകളിലേക്ക്, ചെറിയ മുറികളിലേക്ക്, നമ്മുടെ ഉള്ളറകളിലേക്ക് ചുരുങ്ങുവാൻ വിധിക്കപ്പെട്ടവരാവുകയും ഇനി എന്നെങ്കിലും ഈ കെട്ടുപാടുകൾക്ക് പുറത്തു വന്നുകൊണ്ട് സാമൂഹികമായൊരു ജീവിതം നമുക്കുണ്ടാവുമോ എന്ന് ഗൗരവമായ സംശയത്തിൽ ആണ്ട നിമിഷത്തിലാണ് T.S. എലിയട്ട് വീണ്ടും പുനരവതരിക്കുന്നത്. T.S. എലിയട്ട് ഒറ്റയ്ക്കായിരുന്നില്ല. അതോടൊപ്പം തന്നെ പുനരവതരിച്ച മറ്റൊരു കൃതി എന്ന് പറയുന്നത് സാമുവൽ ബെക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്നതായിരുന്നു. ജീവിതം തന്നെ അർത്ഥശൂന്യമാണെന്നും യഥാർത്ഥത്തിൽ എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം നിങ്ങൾ ജനിക്കുന്നു, ഒരു നിമിഷം നിങ്ങൾ മരിക്കുന്നു, അതിനിടയിലുള്ളൊരു ദീർഘനിശ്വാസം മാത്രമാണ് ജീവിതം. അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചോദിക്കുന്നവൻ ഒരു പടുവിഡ്ഢി മാത്രമാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പനമാണ് വെയ്റ്റിംഗ് ഫോർ ഗോദോയിൽ നിൽക്കുന്നത്. മാത്രമല്ല, ആ വെയ്റ്റിംഗ് ഫോർ ഗോദോയെക്കുറിച്ച് R. വിശ്വനാഥൻ്റെ അതിഗംഭീരമായൊരു പഠനമുണ്ട്. വെയ്റ്റിംഗ് ഫോർ ഗോദോ ആണ്. അതിനകത്ത് കർത്തൃപദമില്ല. ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ഹി എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ പദം വേണം, അതില്ല. വെയ്റ്റിംഗ് ഫോർ ഗോദോ പാസീവാണ്.
പാസീവ് വോയിസിലാണ്. ആര് വെയിറ്റ് ചെയ്യുന്നു എന്നറിയില്ല. ഒരു വേർബ് മാത്രമുണ്ട്. ആ വേർബാണെങ്കിൽ, ആ ക്രിയാപദമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ക്രിയാപദമല്ല, ചെയ്യാതിരിക്കുന്നതിൻ്റെ ക്രിയാപദമാണ്. വെറുതെ കാത്തുനിൽപ്പാണ്. ഒരു തരത്തിലുള്ള ക്രിയയിലും ഏർപ്പെടാതെ നിൽക്കുന്നൊരു ക്രിയാപദമാണ്. എന്നിട്ടോ അതിൻ്റെ വസ്തു എന്താണ്? കർമ്മം എന്ന് പറയുന്നത് എന്താണ്? അത് ഗോതവാണ്. ആ വസ്തു ഒരിക്കലും വരുന്നുമില്ല. അപ്പം ഈ ഒരു കാത്തുനിൽപ്പ് എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ക്രിയാത്മകത എന്ന് പറയുന്നത്, സചേതനമായ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ബോധത്തെ തന്നെ അസാധ്യമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക നാഗരികതയുടെ, ഒരു ജീവിത രീതിയുടെ സൂചനയായിട്ടാണ്. ഈ രണ്ട് വാഗബോൺസ് എന്നാണ് പറയുന്നത്, വഴിതണ്ടികൾ. ഒരു വഴിയുടെ ഓരത്ത് നിന്നുകൊണ്ട് ഇവിടെ ഗോതോ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന അവർക്ക് അവിടെ നിന്നും സഞ്ചരിക്കണമെന്നുണ്ട്, അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഗോതോ വരും എന്ന ഒരു പ്രതീക്ഷ കൊണ്ട്, അത് പ്രതീക്ഷയാണോ എന്നും പറയാൻ കഴിയില്ല, അവർക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം മുഴുവനും അവിടെ കാത്തു നിന്ന് ഒടുവിൽ ഒരു ചെറിയ കുട്ടി വന്ന് പറയുന്നു, ഇന്ന് ഗോതോ വരില്ല. പിറ്റേ ദിവസവും ഇത് ആവർത്തിക്കുന്നു. ഈ ആവർത്തനം എത്രയോ കാലമായി തുടർന്നു വരുന്നൊരു ആവർത്തനമാണ് എന്ന കൃത്യമായ സൂചന അതിൽ നിൽക്കുന്നു. എപ്പോഴും നാം കാത്തു നിൽക്കുന്നു ഗോതോ വരാനായി. ഗോതോ വരുന്നില്ല. ഒരു ഘട്ടത്തിൽ എസ്ട്രഗൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, രണ്ട് കഥാപാത്രങ്ങളേ ഉള്ളൂ, വ്ളാഡിമിറും എസ്ട്രഗണും. എസ്ട്രഗൺ വ്ളാഡിമിറിനോട് ചോദിക്കുന്നുണ്ട്, നീ ഗോതോവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഗോതോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗോതോ ഉണ്ടോ എന്ന കാര്യം പോലും ഇവർക്ക് തീർച്ചയില്ല. ഉണ്ട് എന്ന് തീർച്ചയില്ലാത്ത ഒരു വസ്തുവിൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു ചേതനയുടെ വരുമെന്ന് പ്രതീക്ഷിച്ചും വരുമെന്ന് ഉറപ്പില്ലാതെയും നിൽക്കുന്ന ആ ഒരു കാത്തിരിപ്പാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന ആ ഒരു ചിന്ത, അബ്സേർഡ് ചിന്ത, എക്സിസ്റ്റൻഷ്യലിസ്റ്റിലായിട്ടുള്ള ചിന്ത ഈ ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ്ലൻഡിനോടൊപ്പം തന്നെ 2018-19 കാലങ്ങളിൽ വീണ്ടും ശക്തിയായി പുനരവതരിക്കുന്നു. ഇത് ഒരുപക്ഷെ എലിയറ്റോ സാമുവൽ ബെക്കറ്റോ പോലും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കില്ല. ഏതോ നിലയ്ക്ക് ആ കൃതികൾ അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ആ കൃതി രചിക്കപ്പെടുന്ന ആ കാലത്തിൻ്റെ സാഹചര്യങ്ങൾക്കപ്പുറം പോകും വിധം പിന്നീട് വരുന്ന സാഹചര്യങ്ങൾക്കുമായി സംസാരിക്കുന്ന, സംവാദത്തിലേർപ്പെടുന്ന, അവരുടെ ജീവിതത്തെ എന്താണെന്ന് അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്ന, ആ ജീവിതത്തെക്കുറിച്ചൊരു ദർശനം അവർക്ക് ലഭിക്കുന്ന കൃതികളായി മാറുന്ന അവസരത്തിലാണ് ഈ രണ്ട് കൃതികളും വീണ്ടും തിരിച്ചു വരുന്നത്. പക്ഷേ ഇത്തരം തിരിച്ചുവരവുകൾ കേവലം തിരിച്ചുവരവുകൾ മാത്രമായിട്ടല്ല വരാറ് എന്നതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ഇത്തരം വരവുകൾ ആ കൃതിയുടെ കാലാതിവർത്തിയായ പ്രസക്തിയും സാങ്കത്യത്തെയും സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ സാങ്കത്യം എന്ന് പറയുന്നത്, ആ കാലാതിവർത്തിയായ പ്രസക്തി എന്ന് പറയുന്നത് നിരുപാധികമായ പ്രസക്തിയല്ല എന്നും, സ്വാഭാവികമായി ഈ കാലത്തിൻ്റെ മുദ്രണങ്ങൾ ആ കൃതിയിൽ വരുത്തിക്കൊണ്ട് അതിനനുയോജ്യമായ പരിണാമങ്ങൾ, മാറ്റങ്ങൾ അവയിൽ വരുത്തിക്കൊണ്ടുള്ള പുനരവതാരങ്ങൾ, പുനരാവിഷ്കാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്, അനവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും നമുക്ക് ആക്സസിബിളായ, നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പ്രാപ്യമായ ഒരു ഉദാഹരണം എടുക്കാം. അത് രാമായണത്തിൻ്റെ ഉദാഹരണമാണ്. രാമായണം ഇന്ന് തീർത്തും ഏറ്റവും പ്രസക്തമായ കൃതിയായി കഴിഞ്ഞ കുറച്ചു കാലമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. അതിനു മുൻപ് രാമായണം എന്ന് പറയുന്നത് വലിയൊരു ചരിത്രത്തിൻ്റെ, ഒരു കാലത്തിൻ്റെ സാമൂഹികമായ മാറ്റങ്ങളുടെയും, ഒരു കാലത്തിൻ്റെ സാമൂഹിക ക്രമത്തിൻ്റെ മാറ്റങ്ങളുടെയും, സാമ്പത്തിക ക്രമങ്ങളുടെ മാറ്റത്തിൻ്റെയും വലിയ ഒരു ഭൂമികയെ ചിത്രീകരിക്കുവാനുള്ള ശ്രമമാണ് എന്ന് റോമില താപ്പർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വൈദിക സംസ്കാരം എന്ന് പറയുന്നത് പ്രധാനമായും കനിഷ്ഠപുത്രനിലൂടെ അധികാരം താഴേക്ക് കൊടുത്തു പോകുന്ന ഒരു രാജാധികാരത്തിൻ്റെ വ്യവസ്ഥയും,
വ്യക്തമായ ചുറ്റളവുകളുള്ള അതിർവരമ്പുകളുള്ള ഒരു രാജ്യത്തിൻ്റെ സങ്കല്പവും അവിടെ കൃഷിയിലൂടെ ആ കൃഷിയും അതിൻ്റെ സമ്പാദനത്തിലൂടെയും നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയും അടങ്ങുന്നൊരു മൊണാർക്കിക്കൽ സിസ്റ്റത്തിൻ്റെ വ്യാപനമാണ് യഥാർത്ഥത്തിൽ രാമായണം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ രാമായണത്തിൻ്റെ ചരിത്രം തന്നെ നമ്മൾ നോക്കുമ്പോൾ രാമായണം എന്നത് വാൽമീകി രചിച്ചതായി നമ്മോട് പാഠപുസ്തകങ്ങളും അറിവുള്ളവരുമൊക്കെ പറയുമ്പോൾ തന്നെ വാൽമീകിയുടെ രാമായണം എന്ന് വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ രാമായണത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക കഥകളും ബൗദ്ധ ജാതക കഥകളിൽ വ്യക്തമായിട്ടുണ്ട്. ഉദാഹരണത്തിന് ദശരഥ ജാതകം എന്നൊരു ബൗദ്ധ കഥയിൽ ദശരഥൻ എന്നുള്ള കഥാപാത്രം തന്നെയാണ്. കൈകേയിയുടെ ആ അവസ്ഥയും അധികാരം രാമന് കൊടുക്കാതിരിക്കാൻ വേണ്ടി കൈകേയി കോപാലയത്തിൽ പോയി ഇരിക്കുന്നതും അതിൻ്റെ ഫലമായി രാമനും സീതയും, അതിൽ സീത രാമൻ്റെ സഹോദരിയാണ് എന്ന് ശ്രദ്ധിക്കണം. സീത രാമൻ്റെ സഹോദരിയാണെന്ന് പറയുന്ന ദശരഥ ജാതകം ആ കഥയുടെ ഒരു പ്രത്യേക വെർഷൻ നോർത്ത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ഇർഫാൻ ഹബീബിനോടും KN പണിക്കരോടും റോമില താപ്പറോടും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്നത്. കാരണം ജാതക കഥകളിലും രാമായണത്തിൻ്റെ പല ഭാഷ്യങ്ങളിലും സീത രാമൻ്റെ സഹോദരിയാണ്, പിന്നീട് പത്നിയും ആണ്. ഇതിന്ന് പറഞ്ഞാൽ വളരെ നിഷിദ്ധമായ കാര്യമാണ്. പക്ഷേ അത്തരം നിഷിദ്ധങ്ങളൊന്നും രാമായണത്തിനുണ്ടായിരുന്നില്ല. അതിന് വ്യക്തമായ കാരണങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ഏതായാലും ദശരഥ ജാതകത്തിൽ നാം കാണുന്നത് ഇത്തരത്തിൽ ഉത്തരഭാരതത്തിലേക്കാണ്, കാശ്മീര ദേശത്തേക്കാണ് രാമനും ലക്ഷ്മണനും സീതയും കൂടി നാട് കടന്നു പോകുന്നത്. അവിടെ വഴിക്ക് വെച്ച് ഭരതൻ വന്ന് തിരിച്ചു വിളിക്കുന്നു. അപ്പോൾ അതിൽ രാവണനില്ല, ലങ്കയില്ല, അതൊന്നും തന്നെ പ്രതിപാദിക്കപ്പെടുന്നില്ല. ഭരതൻ വന്ന് തിരിച്ചു വിളിക്കുമ്പോൾ രാമൻ പറയുന്നു, അച്ഛന് കൊടുത്ത വാക്കാണ്, ഞാൻ ആ വാക്ക് പരിപാലിക്കും, ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞ് വനവാസത്തിന് പോകുന്നു. അത് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു, സ്വന്തം സഹോദരിയായ സീതയെ പട്ടമഹിഷിയാക്കുന്നു, പിന്നീട് അവിടെ രാജാവായി വാഴുന്നു. അവിടെ രാവണനില്ല, സീതാപഹരണമില്ല, ലങ്കയില്ല. അതേപോലെ ആ ബൗദ്ധജാതക കഥകളിൽ ഒരുപക്ഷെ രാമായണത്തിൽ കാണുന്ന ഒട്ടുമിക്ക കഥകളും ഉണ്ടായിരുന്നുവെന്നും അവയൊക്കെ നമ്മുടെ വടക്കൻ പാട്ടുകളുടെ പോലെ തന്നെ they were going round in cycles. ഓരോ പ്രദേശത്ത് ഓരോ ചക്രങ്ങൾ എന്ന നിലയ്ക്ക് ഈ ജാതക കഥകൾ പ്രചരിക്കുകയും അവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവയെ ക്രോഡീകരിച്ചൊരു സമുച്ചയമാണ് യഥാർത്ഥത്തിൽ രാമായണം എന്ന് വ്യക്തമാകുന്ന ഒരു രീതിയാണ് രാമായണത്തിൽ കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ രാമായണത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ശൈലീപരമായ വ്യത്യാസങ്ങളിൽ തന്നെ, ഉദാഹരണം ഉത്തരകാണ്ഡം എന്ന് പറയുന്നത്, ശൈലീപരമായ വ്യത്യാസങ്ങളിൽ തന്നെ ഇത് ഒരൊറ്റ വ്യക്തി, ഒരു കവി എഴുതിയതല്ല എന്ന വ്യക്തമായ സൂചനകളുണ്ട്. ആ രാമായണത്തിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ കാലം വരെ എത്തുന്ന വലിയൊരു പുനർരചനാചരിത്രം തന്നെ രാമായണത്തിനുണ്ടായിട്ടുണ്ട്. ഈ രാമായണം രചിക്കപ്പെട്ടതായി പറയപ്പെടുന്ന കാലത്തിന് അധികം താമസിയാതെ ഭൗമചര്യം എന്ന പേരുള്ള ജൈന രാമായണം രചിക്കപ്പെട്ടു. ആ ജൈന രാമായണത്തിൽ വിമലസൂരി എന്ന ജൈന രാജാവിൻ്റെ മുൻപിൽ രാജാവ് അവിടെയുള്ള കവികളെയെല്ലാം വിളിച്ചു ചേർത്തിട്ട് ഈ രാമായണത്തിൽ തികച്ചും അബദ്ധങ്ങളാണുള്ളത്, അപകടങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതോ മൂഢക്കവികൾ, ആ വാക്ക് ശ്രദ്ധിക്കണം, ഏതോ വാൽമീകിയാണ് പറയുന്നത്, ഏതോ മൂഢക്കവികൾ രചിച്ചിട്ടുള്ള ഒരു കവിതയാണിത്, ഇത് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. കാരണം രാവണൻ രാക്ഷസനൊന്നുമല്ല, അയാൾക്ക് 10 തലയില്ല, അയാൾക്ക് പുഷ്പകവിമാനമില്ല, അയാൾ ലങ്കയിലുമല്ല, അയാൾ നമ്മളെപ്പോലുള്ളൊരു മനുഷ്യനാണ്, ഒരു ഉത്തമ ജൈനനായിരുന്നു. പിന്നെ സീതയെ അയാൾ മോഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ അത് വളരെ സ്വാഭാവികമായ ഒരു രാജകാമത്തിൻ്റെ ഭാഗമായിട്ടാണ്, സീതയെ സ്നേഹിക്കാനാണ് കൊണ്ടുപോയത് എന്ന രീതിയിലാണ് ഭൗമചര്യം രചിക്കപ്പെടുന്നത്. ആ ഭൗമചര്യത്തിൽ രാവണൻ
നിഷിദ്ധനല്ല, നിഷേധിയല്ല, അക്രമിയല്ല, ഏറ്റവും പ്രധാനമായി രാക്ഷസനല്ല. ആ രാക്ഷസൻ എന്ന ശബ്ദത്തിൻ്റെ നിരുക്തി അതിൽ പറയുന്നുണ്ട്. ആരാണോ രക്ഷിക്കുന്നവൻ അവനാണ് രാക്ഷസൻ. രക്ഷ നൽകുന്നവനാരോ, മറ്റുള്ള ജനങ്ങൾക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, അവശത അനുഭവിക്കുന്നവർക്ക് രക്ഷയേകുന്നവനാരോ, അത്തരം രക്ഷസ് എന്ന നിലയ്ക്കുള്ള ആളാണ് രാക്ഷസൻ. അത്തരമൊരു രാക്ഷസനെയാണ് ഈ മറ്റേ രീതിയിലുള്ള രാക്ഷസനായി രാമായണം ചിത്രീകരിക്കുന്നത് എന്നും അതിനനുസരിച്ച് അത് വീണ്ടും എഴുതേണ്ടതുണ്ട് എന്നും ആ വിമലസൂരിയുടെ സഭയിൽ വെച്ച് നിശ്ചയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഭൗമചരിയം രചിക്കപ്പെടുന്നത്. അവിടെ നാം കാണുന്നത് ഒരു പാഠത്തിൻ്റെ, ഒരു കൃതിയുടെ, ഒരു മിത്തിൻ്റെ പുനർവായന മാത്രമല്ല, പുനർരചന കൂടിയാണ്. കൃത്യമായും മാറി വന്ന ഒരു കാലത്തിൻ്റെ, ആ കാലത്തുമായി ബന്ധപ്പെട്ട ദർശനത്തിൻ്റെ, ആ കാലത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ, അവയുടെ സമീപനങ്ങളെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരു കൃതിയെ തന്നെ മാറ്റി എഴുതുന്ന, കൃതിയെ തന്നെ പുനരാവിഷ്കരിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു സംസ്കാരം നാം അവിടെ കാണുന്നു. ആ ഭൗമചര്യത്തെ തുടർന്ന് നാം പിന്നീട് കാണുന്നത് ഇത്തരം പുനരെഴുത്തുകളുടെ അനേകം സന്ദർഭങ്ങളാണ്. സംസ്കൃതത്തിൽ തന്നെ ഉണ്ടായ ഒരു പുനരെഴുത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഒന്ന്, ഉത്തരകാണ്ഡം എന്നത് പ്രക്ഷിപ്തമാണോ എന്ന് ചോദ്യം പലപ്പോഴും രാമായണത്തിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഉത്തരകാണ്ഡം പ്രക്ഷിപ്തമാണ് എന്നുണ്ടെങ്കിൽ രാമായണം തന്നെ പ്രക്ഷിപ്തമാണ് എന്നൊരു പക്ഷെ പറയേണ്ടി വരും. കാരണം ഒരാൾ എഴുതിയിരിക്കുന്നു എന്ന സങ്കല്പനത്തിലാണ് ഉത്തരകാണ്ഡം പ്രക്ഷിപ്തമാണോ എന്ന് ചോദിക്കുന്നത്. ഉത്തരകാണ്ഡത്തിൽ യഥാർത്ഥത്തിൽ ഞാനത് മുമ്പ് എഴുതിയിട്ടുണ്ട്. അത് വ്യക്തമായും രാമായണത്തിൽ നിന്നും സീതയെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ രാമായണത്തിൽ ബാക്കി എന്തുണ്ടാവും എന്ന ചോദ്യമാണ് ഉത്തരകാണ്ഡത്തിൽ ചോദിക്കുന്നത്. സീതയില്ലാത്ത രാമായണം എന്നത് സ്ത്രീയില്ലാത്ത രാമൻ എന്ന പോലെ തന്നെ അത് ഊഷരമായ, ദരിദ്രമായ കുറേ യുദ്ധങ്ങളുടെയും വധങ്ങളുടെയും കഥയായി മാറുന്നു. അത്തരമൊരു ബോധം പിന്നീട് വരുന്നത് ഭവഭൂതിയുടെ ഉത്തരരാമചരിതം എന്ന നാടകത്തിലാണ്. ആ നാടകത്തിൽ ഉത്തരകാണ്ഡത്തിൻ്റെ പ്രതിപാദ്യ വിഷയം തന്നെ എഴുതുമ്പോൾ രാമായണത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാടിൽ നിന്നും തീർത്തും മാറി രാമനെ ഒരു ദുർബലനും ഇടയ്ക്കിടയ്ക്ക് മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യുന്ന ഒരുവനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പം മോഹാലസ്യപ്പെടും. അപ്പോൾ ലക്ഷ്മണൻ വേഗം എടുത്ത് പറയും, ജ്യേഷ്ഠ എണീക്കൂ എണീക്കൂ പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിക്കും. വളരെ നർമ്മരസപ്രധാനമാണ് ഒരു നിലയ്ക്ക് ആലോചിക്കുമ്പോൾ. രാമൻ ഒരു പരിഹാസ്യ കഥാപാത്രമായി പോലും നമുക്ക് തോന്നുന്ന ഒരു സംഗതിയാണ്. ആനുഷംഗികമായി പറയട്ടെ, ആ ഉത്തരരാമചരിതത്തിലാണ് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് ജനകൻ വരുന്നു എന്നറിയുമ്പോൾ എന്താണ് ജനകന് കൊടുക്കേണ്ട ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ നല്ല എള്ളെണ്ണയിൽ പൊരിച്ചിട്ടുള്ള മാനിറച്ചി കൊടുക്കണം എന്നാണ് തീരുമാനിക്കുന്നത് ആശ്രമത്തിൽ. നമ്മളുടെ സസ്യ ഭക്ഷണ രീതിയുടെ ചരിത്രം ചെറുതായിട്ടൊന്ന് ആലോചിക്കുന്നതും ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിരിക്കും, ആനുഷംഗികമായി പറയട്ടെ. പക്ഷേ ആ ഉത്തര രാമചരിതത്തിലെ ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു സന്ദർഭം. മന്നാടിയാരുടെ പരിഭാഷയിൽ സംസ്കൃതമേ അല്ലാത്ത പോലെ മലയാളമാക്കി തീർത്തിട്ടുള്ള ആ ഉത്തരരാമചരിതത്തിലെ ആ ഒരു ശ്ലോകം എന്നത് ശംഭൂകൻ എന്ന ശൂദ്രമുനിയെ വെട്ടാനായുന്ന രാമൻ്റെ കയ്യ് വെട്ടാൻ കഴിയാതെ സങ്കോചിച്ച് നിൽക്കുമ്പോൾ, കാരണം ഇതൊരു മുനിയാണ്, പക്ഷേ ശൂദ്രനാണ് എന്നതിനാൽ തപസ് ചെയ്യാൻ അവന് ശക്തിയില്ല, അവന് അധികാരമില്ല എന്നതിനാൽ രാജധർമ്മപ്രകാരം, ക്ഷാത്ര രാജധർമ്മപ്രകാരം ശംഭൂകനെ വധിക്കേണ്ടത് രാമൻ്റെ കടമയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വെട്ടാനോങ്ങുന്ന വാള്, ആ കയ്യ് മുൻപോട്ട് പോകാതിരിക്കുമ്പോൾ രാമൻ്റെ ഒരു ആത്മകഥമുണ്ട്. രേരേ ദക്ഷിണഹസ്ത ശൂദ്രമുനിതൻ പാരം ഖഡ്ഗമയക്യ ശൂദ്രമുനിതൻ നേരേ മടിക്കേണ്ടടോ. എന്തിനാണ് ഹസ്തത്തോട് രാമൻ സ്വയം പറയാണ്, ശൂദ്രമുനിയുടെ നേരെ വാളയക്കാൻ നീ എന്തിനു മടിക്കണം? പാരം
പരാർത്തയാം ക്ഷിതിജയെ കൈവിട്ട കെങ്കേമനാമീ രാമൻ്റെ ഒരംഗമാകിയ നിനക്കെങ്ങുന്നു വന്നു കൃപ. ഗർഭിണിയായ പരവശയായ സീതയെ കാനനത്തിൽ കൊണ്ട് കളയാൻ കഴിഞ്ഞ ഒരു രാമൻ്റെ ഒരു ഭാഗമായ ഈ കൈക്ക് എവിടെ നിന്നാണ് കൃപ വന്നത്? ഇപ്പോഴെവിടെ നിന്നാണ് ഈ പെട്ടെന്ന് കൃപയുടെ ആഗമനം എന്ന് ചോദിക്കുന്നു. അവിടെ ആ കൃതി, രാമായണം എന്ന് പറയുന്ന കൃതി തന്നെ വളരെ വിമർശനോന്മുഖമായി, വിമർശനപരമായി സമീപിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ രാമായണത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു ക്ഷാത്രധർമ്മത്തിൻ്റെയും ഒരു മൊണാർക്കിക്കൽ സിസ്റ്റത്തിൻ്റെയും ഒരു വൈദികമായ ഒരു സംസ്കാരത്തിൻ്റെയും അടിത്തറയെ തന്നെ വലിച്ചു മാറ്റുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ചോദ്യമായിട്ട് അത് മാറിത്തീരുന്നുണ്ട്. അത് തന്നെയാണ് പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് നാം പല ഘട്ടങ്ങളിൽ കാണുന്നത്. കാരണം ഒരു കൃതിയും ഫൈനലല്ല, ഒടുവിലത്തേതായി മാറുന്നില്ല. ഓരോ കാലവും അതിലേക്ക് പായിക്കുന്ന ദൃഷ്ടി എന്ന് പറയുന്നത് അവരുടേതായ അനുഭവത്തിൽ നിന്നും അവരുടേതായ ജീവിത പരിസരങ്ങളിൽ നിന്നും അവർ ആർജിച്ചിട്ടുള്ള ബോധങ്ങളിൽ നിന്നുമാണ്. ആ ബോധങ്ങളിൽ പലപ്പോഴും കൃതികൾ വിചാരണ ചെയ്യപ്പെടുന്നു, കൃതികൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ആ ചോദ്യം ചെയ്യലിൻ്റെ ഫലം എന്നത് വിമർശനോദ്യമങ്ങളായി ഒരു വശത്തുണ്ടാകാമെന്നിരിക്കുമ്പോഴും ചിലപ്പോൾ അവ സർഗാത്മക കൃതികളായി, കാവ്യങ്ങളായി, നാടകങ്ങളായി വരികയും ചെയ്യുന്നു. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ CN ശ്രീകണ്ഠൻ നായരുടെ 2 നാടകങ്ങൾ, ലങ്കാലക്ഷ്മിയും സാകേതവും, ഇത് രണ്ടും അതെ ഒരു നിലയ്ക്ക് രാമൻ്റെ, മര്യാദാപുരുഷനായ രാമൻ്റെ വിമർശനമായി തന്നെയാണ് വരുന്നത്. രാമനെന്ന കഥാപാത്രത്തെ, രാമനെന്ന വ്യക്തിയെ, രാമനെന്ന രാജാവിനെ വളരെ ആധുനികം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മാനവിക ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് CN ശ്രീകണ്ഠൻ നായർ വിമർശിക്കുമ്പോൾ രാമൻ മോശക്കാരനാവുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുക എന്നതിനപ്പുറം രാമനിൽ തന്നെ നിൽക്കുന്ന ആന്തരികമായ സംഘർഷങ്ങളും രാമൻ്റെ തന്നെ ദൗർബല്യങ്ങളും രാമനെന്നത് ദൈവത്തിനേക്കാൾ കൂടുതൽ മനുഷ്യനാവുകയും ചെയ്യുന്ന ഒരു ചിത്രം അവിടെ വരുന്നു. രാമായണത്തിൻ്റെ ദൈവീക പരിവേഷത്തിൽ നിന്നും മാറി വളരെ മാനുഷികമായ, ഒരർത്ഥത്തിൽ ഹ്യൂമനിസ്റ്റ് എന്ന് വിളിക്കാവുന്ന മാനവികമായ ഒരു പരിസരത്തിൽ രാമായണത്തെ നിർത്തിക്കൊണ്ട്, രാമകഥയെ തന്നെ നിർത്തിക്കൊണ്ടുള്ള ആ ചോദ്യം ചെയ്യലിൻ്റെ ഫലമായാണ് നമുക്ക് സാകേതവും ലങ്കാലക്ഷ്മിയും ലഭിക്കുന്നത്. കുറച്ചുകൂടി അടുത്തേക്ക് വരികയാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കുറച്ചുകൂടി അടുത്തേക്ക് വരികയാണെങ്കിൽ രാമായണത്തിൻ്റെ ഉത്തരഭാഗം, ഉത്തരകാണ്ഡം എന്നുള്ള അർത്ഥത്തിലല്ല, രാമായണത്തിൻ്റെ അഭിഷേകം വരെയുള്ള ഭാഗത്തിൻ്റെ ഉത്തരഭാഗം, പ്രത്യേകിച്ച് കിഷ്കിന്ധാകാന്ഡം മുതലുള്ള ആ ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രീമതി സാറാ ജോസഫ് എഴുതിയിട്ടുള്ള ഊരുകാവൽ ഒരു നോവൽ. അതിൽ അംഗദനാണ് പ്രധാന കഥാപാത്രം. അംഗദിൻ്റെ കാഴ്ചയിലൂടെയാണ് രാമായണം കാണുന്നത്. ആ അംഗദൻ, അതിനകത്തെ കഥാപാത്രമായ അംഗദൻ എങ്ങനെയാണ് രാമനെ കാണുന്നത്? എങ്ങനെയാണ് രാമൻ്റെ പടയുടെ മുന്നേറ്റം കാണുന്നത്? എങ്ങനെയാണ് സ്വന്തം അച്ഛനെ കൊന്ന രാമനെ ദർശിക്കുന്നത്? ആ വൈദിക പാരമ്പര്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ മുന്നോട്ട് പോക്ക് ഏത് രീതിയിലാണ് വാനരവംശം എന്ന് പറയുന്നത്? നമ്മുടെ കേരളത്തിലെയാണ് കേട്ടോ അത്. കേരളത്തിലുള്ള ആളുകളൊക്കെ വാനരന്മാരാണ് എന്ന് ചിലർ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. അത് പഴയൊരു ഗോത്രാചാരപ്രകാരം ഓരോ പക്ഷികളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ ടോട്ടം സയൻസായിട്ട് ഒരു സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ, ഒരു ട്രൈബിൻ്റെ ചിഹ്നമായി സ്വീകരിക്കുകയും അങ്ങനെ വാനരനെ ചിഹ്നമായി സ്വീകരിച്ചവരെ വാനരരായിട്ടും ഗരുഡനെ ചിഹ്നമായി സ്വീകരിച്ചവരെ ഗരുഡരായിട്ടും അത്തരത്തിൽ രാമായണത്തിൽ പലതും കാണുന്നുണ്ട്. ആ സൂചനകളൊക്കെ തന്നെ രാമൻ ഏതെല്ലാം കൂട്ടങ്ങളായി, ഏതെല്ലാം സമൂഹങ്ങളായി സഖ്യമുണ്ടാക്കി എന്നതിൻ്റെ സൂചനയാണ്. വാനരനെ ടോട്ടം സൈനായിട്ട് സ്വീകരിച്ചിട്ടുള്ള സമൂഹം, ഗരുഡനെ സൈനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്, മറ്റേ കരടിയായിട്ടുള്ളത് ജാമ്പവാൻ എന്നത് കരടി എന്ന മൃഗത്തെ അവരുടെ ചിഹ്നമായി സ്വീകരിച്ചിട്ടുള്ള സമൂഹം എന്ന നിലയ്ക്കാണ്. പക്ഷേ
ഒരർത്ഥത്തിൽ കീഴാളരായിരുന്ന, കീഴാളത അനുഭവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും ആ സമൂഹത്തെ ഈ മുന്നോട്ടുള്ള പോക്കിൽ, ഈ അതിക്രമത്തിൽ, രമേശ് വർമ്മയുടെ ഭാഷയിൽ ഇന്ന് കാണാൻ പോകുന്ന നാടകത്തിൽ ഒരു കോളനൈസേഷൻ്റെ, അധീശവൽക്കരണത്തിൻ്റെ, അധീനതയുടെ ഭാഷയിൽ അത് കാണുമ്പോൾ അതിൽപ്പെട്ട ഒരുവൻ്റെ കാഴ്ച എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? അവിടെയാണ് ഊരുകാവൽ എന്ന് പറയുന്നത് രാമായണത്തിൻ്റെ ഒരു കൃതി, ഒരു പുനരാവിഷ്കാരം എന്നതിലുപരി ആധുനികമായ സ്ത്രീപക്ഷ ചിന്തയുടെയും കീഴാള ചിന്തയുടെയും ആവിഷ്കാരമായി മാറുന്ന ഒരു രാമായണ രചനയായി അത് മാറുന്നത്. സാറാ ജോസഫിൻ്റെ പല കൃതികളിൽ അത് കാണാം. മറ്റേ ഖുബ്ജ, 7 കൂനുകളുള്ളവൾ, മന്ധരയെക്കുറിച്ചുള്ള കഥയിലും ഒക്കെ ഇത് നമുക്ക് പുതുരാമായണങ്ങളിൽ ഇത് കാണാവുന്നതാണ്. ഇവിടെയും നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതൊന്നാണ്, ഒരു കൃതിയും നിതാന്തമായി അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കുമായി ദൈവീക പരിവേഷത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന ഒന്നായല്ല വരുന്നത്. കാലം കലയെ നിർണയിക്കുന്നുണ്ട്, കല കാലത്തെയും നിർണയിക്കുന്നുണ്ട്. പക്ഷെ വലിയൊരളവോളം ഓരോ കാലവും തങ്ങളുടെ ജീവിതാനുഭവങ്ങളും തങ്ങളുടെ മൂല്യവ്യവസ്ഥയും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും തങ്ങളുടെ വിമർശനങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നുള്ള വായനകൾ ഉണ്ടാക്കുമ്പോൾ ഒരാൾ വായിക്കുന്ന കൃതിയല്ല മറ്റൊരാൾ വായിക്കുന്നത്. ഓരോ കാലവും ഓരോ കൃതിയെയും തങ്ങൾക്ക് വേണ്ടി വായിച്ചെടുക്കുന്നു, തങ്ങൾക്ക് വേണ്ടി എഴുതിയെടുക്കുന്നു, തങ്ങൾക്ക് വേണ്ടി പുനർവിന്യസിക്കുന്നു. ഇവിടെയാണ് സാർവലൗകികത എന്നതിനെ നാം സ്ഥാനപ്പെടുത്തേണ്ടത്. പലപ്പോഴും ഇന്നത്തെ സാഹിത്യ ചർച്ചകളിൽ വളരെ പ്രധാനമായി വരുന്ന ഒരു ചോദ്യം സമകാലീനതയെക്കുറിച്ചാണ്. അത് സമകാലീനമാണോ? സമകാലീനമായ പരിസരങ്ങളെ, സമകാലീനമായ സമസ്യകളെ, സമകാലീനമായ ചോദ്യങ്ങളെ പ്രസക്തമായ വിധത്തിൽ സർഗാത്മകമായി അത് ഉന്നയിക്കുന്നുണ്ടോ, നേരിടുന്നുണ്ടോ? പക്ഷേ അത്തരം ചോദ്യത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന് എന്നത് ഒരു കലാസൃഷ്ടിയും ഒരു കാലത്തിൻ്റെ മാത്രമല്ല എന്നതും, ആ കാലത്തെ എത്രയും ശക്തമായി അത് ആവിഷ്കരിക്കുന്നുവോ ആ ശക്തിയിലൂടെ തന്നെ അത് മറ്റ് കാലങ്ങളുടെ കൂടി പ്രസക്തം ആയി മാറുന്ന ഒരു ചെറിയ കെമിസ്ട്രി എന്ന് പറയുന്നത് കലാസൃഷ്ടികളിൽ കാണാം. അവിടെ സാർവലൗകികത എന്ന് പറയുന്നത് ഒരു കാലവുമായി ബന്ധപ്പെട്ട് വരാതെ പോകലല്ല, പക്ഷേ ഒരു കാലമായി സവിശേഷമായി ബന്ധപ്പെടുന്ന നിലയ്ക്ക് ആ കാലത്തെ മനുഷ്യാനുഭവത്തിൽ തന്നെ ചിരന്തനമായ മനുഷ്യാനുഭവങ്ങളുടെ ദർശനങ്ങൾ, ഘടനകൾ കാണാൻ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരം കാഴ്ചകൾക്ക് തുറസ്സുകൾ നൽകുമ്പോഴാണ് ആ കൃതി എന്ന് പറയുന്നത് മറ്റ് കാലങ്ങളിലേക്കും കൂടി പ്രസക്തമായി മാറുന്നത്. ഞാനിത് പറയാൻ പ്രത്യേകിച്ച് കാര്യമുണ്ട്. ഇന്നത്തെ നമ്മുടെ സമകാലീനമായ പരിസരത്തിലുള്ള സമീപനം എന്ന് പറയുന്നത് ഒരുപക്ഷെ മുൻപ് എന്നത്തേക്കാളേറെ വളരെ വിമർശനോന്മുഖമായ ഒരു പരിസരമായി അത് മാറിയിട്ടുണ്ട്. വിവേചനത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും എല്ലാ മാതൃകകളെയും കഴിവതും നേരിടുക എന്ന വ്യക്തമായ ഒരു ധാരണയോട് കൂടിയുള്ള ഒരു സാംസ്കാരിക പരിസരം ഇവിടെ രൂപപ്പെട്ടു വരുമ്പോൾ അത് ലിംഗഭേദങ്ങളായാലും വംശഭേദങ്ങളായാലും ജാതി മത അധിഷ്ഠിതമായ വിവേചനങ്ങളായാലും എല്ലാത്തിനെയും വളരെ സൂക്ഷ്മമായി കണ്ടെത്തുവാനും അത് സാഹിത്യ കലാ ആവിഷ്കാരങ്ങളിൽ അവയുടെ മുദ്രണങ്ങൾ കൃത്യമായി നിർദ്ധാരണം ചെയ്യുവാനുമുള്ള വളരെ ശക്തമായൊരു സൈദ്ധാന്തിക പാരമ്പര്യം തന്നെ, അല്ലെങ്കിൽ സൈദ്ധാന്തികമായ ഒരു രീതി വിശേഷം തന്നെ നാം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കാലം കൂടിയാണ്. സാംസ്കാരിക വിമർശനത്തിൻ്റെയും ദളിതപക്ഷത്തിൻ്റെയും സ്ത്രീപക്ഷത്തിൻ്റെയും, അല്ലെങ്കിൽ തൊട്ടുമുന്നേ സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ച പോലെയുള്ള പരിസ്ഥിതിപരമായ പരികൽപ്പനകളുടെയും എല്ലാം സമീക്ഷകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിമർശനവും ഇന്നത്തെ വായനയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിചാരണ ചെയ്യുക എന്നത്, ആ വാക്കിത്തിരി
ശക്തമാണ് എന്നെനിക്കറിയാം. ഒരുപക്ഷെ അതിനകത്തൊരു നെഗറ്റീവ് അർത്ഥവുമുണ്ട്. പക്ഷേ നെഗറ്റീവ് അർത്ഥം പലപ്പോഴും പോസിറ്റീവായ ഫലങ്ങളും ഉണ്ടാക്കും, നാം മനസ്സിലാക്കേണ്ടി വരും. അത്തരം വിചാരണകൾ എന്നത് സ്വാഭാവികമാണ്, അത് തീർച്ചയായും ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അത്തരം വിചാരണകളിൽ കൂടിയാണ് ഒരുപക്ഷെ കൂടുതൽ മാനവികമായ മനുഷ്യത്വപരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അതിനുള്ള ശ്രമമാണ് കലയിലൂടെ നടക്കേണ്ടത്, കാലത്തിലൂടെ നടക്കേണ്ടത്, കാലം കലയിൽ നിർവഹിക്കുന്ന രാസപ്രക്രിയയിലൂടെ നടക്കേണ്ടത് അതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഹ്രസ്വഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.